മോർണിംഗ്. ഇന്ന് നമ്മളൊരു കടലക്കറിയാണ് വെക്കാൻ പോകുന്നത്. ഞാൻ കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യം കുക്കർ അടപ്പ് വെച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നമുക്ക് ഒരു 1.5 സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ. ആവശ്യത്തിന് എടുത്താൽ മതി. എണ്ണ ചൂടാകുമ്പോൾ എന്ത് വേണം? കടുകിടണം. എണ്ണ ചൂടാകി വരുമ്പോൾ കടുകിട്ടതിന് ശേഷം കടുക് പൊട്ടി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചേക്കുവാണ്. ചെറിയ ഉള്ളിയും സവാള വലിയ ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് 2 പച്ചമുളക് ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട്, ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി സവാളയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തീ കുറയ്ക്കുക കേട്ടോ. കടുക് കുറച്ചതിന് ശേഷം അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾ ചെറിയ ഉള്ളി സവാളയും കൂടെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് വഴണ്ട് വരുമ്പോൾ ചെറിയ ഉള്ളി സവാളയും കൂടെ വഴണ്ട് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. കുറച്ചിട്ടാൽ കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിട്ടതിന് ശേഷം നല്ലോണം വഴറ്റുക. ഇത് നമുക്ക് അല്പം കരിയാപ്പിലയും ഇടണം. ഇതെല്ലാം കൂടെ അതിന് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം വഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം വഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ഇടാം കേട്ടോ. ആദ്യം തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ ഇടാം. ഞാനത് ഇടുന്നില്ല, തേങ്ങ ഇടുന്നില്ല. സവാളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കൂടെ ചെറിയ ഉള്ളിയും കൂടെ വഴറ്റിയിടുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മസാലപ്പൊടി ഇടണം. മസാലപ്പൊടി ഞാൻ എടുക്കട്ടെ. ഒരു 4 ചെറിയ 2 സ്പൂൺ, അല്ല ടീസ്പൂണിന് 2 സ്പൂൺ എടുത്തു. അതുപോലെ തന്നെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച്, ഇത് കാശ്മീരി മുളകാണ് കേട്ടോ. ഇത് മഞ്ഞൾപ്പൊടി, അല്പം കുരുമുളക് കൂടി എടുക്കണം കേട്ടോ. ചെറിയ സ്പൂണായതുകൊണ്ടാണ് 2-3 പ്രാവശ്യം എടുക്കുന്നത്. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. അപ്പം ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിനെ അങ്ങ് മിക്സാക്കണം. അപ്പോൾ നമ്മൾ ഇതിനോട്ടോട്ട് ഇടുമ്പോഴേ, കുക്കറിലോട്ട് ഇടുമ്പോഴേ ഇങ്ങനെ പെട്ടെന്ന് പുക വരത്തില്ല, തീ പോലെ കരിഞ്ഞു പോകില്ല കേട്ടോ. അരപ്പ് നമുക്ക് ഒരുപാട് തോന്നും. അപ്പോൾ നമ്മൾ പൊടി ആകുമ്പോൾ പിന്നെയും വീണ്ടും കോരിയിടല്ല. ഓക്കെ, അല്ല ഇട്ടതിന് ശേഷം നല്ലോണം വഴറ്റിയെടുക്കണം. ആ പച്ചപ്പ് മാറി കിട്ടണം കേട്ടോ. ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം ഇത് അല്ല ഇതെല്ലാം കൂടെ ഒന്ന് കുറുകുറാനായി കൊഴുപ്പാവും. സവാളയും പച്ചമുളകും ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളി ആ മസാലപ്പൊടിയുടെ നല്ലോണം ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള അരപ്പായെന്ന് ഉറപ്പാവും. ഇങ്ങനെ മിക്സ് ചെയ്ത് അരപ്പ് പൊടിയിൽ മിക്സ് ചെയ്ത് വെള്ളം ഒഴിച്ച്, ചൂടുവെള്ളം ആണെങ്കിലും നല്ല ചെറിയ ചൂടുവെള്ളം വെച്ചാലും മതി, അല്ലെങ്കിൽ പച്ചവെള്ളം മിക്സ് ചെയ്തിട്ട് ഒഴിക്കുമ്പോൾ
അരപ്പ് നമുക്ക് ഒരുപാട് തോന്നും. അല്ലെങ്കിൽ പൊടികൾ പിന്നെ വാരിയിടുക, കോരിയിടുക. അതുകൊണ്ട് കടല ഞാൻ കഴുകി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇവരെ എല്ലാം കൂടെ ഒന്ന് ഇളക്കണം. കടലയും ഇതെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് വഴണ്ട് വരും. അപ്പോൾ ഒരു ടേസ്റ്റ് വരും നമ്മുടെ കറിക്ക്. ഓക്കെ, നമുക്ക് വേണ്ട. ഇനി നമ്മൾ എന്ത് ചെയ്യണം? മസാലപ്പൊടി കൂടെ ഇടണം. ഞാൻ മസാലപ്പൊടി ഇട്ടില്ലായിരുന്നു, ലാസ്റ്റ് ഇടുന്ന കേട്ടോ. ആവശ്യത്തിനിടുക. ഞാൻ ഉപ്പുപൊടി ഇത്തിരിയെല്ലാം നമ്മൾ സവാള ഇട്ടപ്പോഴെല്ലാം ഇട്ടോളൂ. ഇച്ചിരി കൂടെ ഇടണേ, കറക്റ്റായിരിക്കും. എല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് നോക്കി ഇടണം. എരിവുണ്ടെങ്കിൽ എരിവുള്ള മുളകാണെങ്കിൽ കുറച്ചേ ഇടാവൂ. ഒരു സ്പൂണോ ചെറിയ 1-1.5 സ്പൂണേ ഇടാവൂ കേട്ടോ. ഇത് വഴണ്ട് വരുമ്പോൾ നമ്മൾ കടല വേവാൻ കറിക്ക് വേണ്ട വെള്ളം ഒഴിക്കണം. ഓക്കെ, കറിക്ക് വേണ്ട വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഇതിന് ഞങ്ങൾ ഇളക്കണം. നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് ഇതിൽ എയർ വന്നതിന് ശേഷം വിസിലിടാവും കേട്ടോ. എയർ വന്നതിന് ശേഷം വിസിലിടണേ. വന്നിട്ടുണ്ട്. നമുക്ക് വിസിലിടാം. ഒരു എയർ വന്നതിന് ശേഷം വെയിറ്റ് ഇട്ടതിന് ശേഷം ഒരു 3-4 വിസിൽ കേൾക്കണം കേട്ടോ. ശബ്ദം വിസിൽ വന്നതിന് ശേഷം ഓഫാക്കുക. 2-3 എണ്ണം ആകുമ്പോഴത്തേക്ക് ഒന്ന് കുറച്ച് വെച്ചാൽ മതി. എന്നിട്ട് പെട്ടെന്ന് ആയിക്കോളും. ഒരു 3-4 വിസിൽ കേൾക്കുമ്പോൾ കുറച്ചിട്ടാൽ മതി. ഇത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പൂരിയാണ് ഉണ്ടാക്കുന്നത്. ചീനിച്ചിട്ട് വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ചൂടാക്കിയത്. എന്നിട്ട് പൂരി കൂടെ ഉണ്ടാക്കി കടലക്കറി കൂടെയാണ്. ഇത് നമുക്കൊരു 4-5 വിസിൽ കേൾക്കുമ്പോൾ കുറച്ച് വെച്ചിരുന്നാൽ മതി. പെട്ടെന്ന് കടല വരും. നമ്മൾ തലേന്ന് വെള്ളത്തിട്ട് കുത്തല, എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, ഇനി ഞാൻ കുറച്ച് വെക്കുകയാണ്. പൂരി ഉണ്ടാക്കുന്നത് ചെറിയ ഉരുളയാക്കിയിട്ട് ഈ പ്രസ്സിനകത്ത് ചെറിയ ഇതേപോലെ അല്ല ചൂടായ എണ്ണയിലോട്ട് ഇടുക. ഒന്ന് പെട്ടെന്ന് ഇതിടരുത്. ഉണ്ടോ? അടുത്ത ഉരുളയും കൂടെ എടുക്കാം വയ്ക്കാം. നമ്മൾ പൂരി കടലക്കറിയാണ് കേട്ടോ. ഇതെല്ലാം ചെയ്ത് തീർന്നതിന് ശേഷം
ഞാൻ കാണിക്കാം. പൂരി ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞിരിക്കണം കേട്ടോ, ചെറിയ ഇതായിട്ട്. ഓക്കെ, നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായി. പാത്രത്തിലോട്ട് കുറച്ചെടുക്കാം. കാണുന്നില്ലേ, കടലക്കറി പൂരി. ഓക്കെ, അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. കാണാമോ? കുറച്ചെടുത്തുള്ളൂ പാത്രത്തിൽ, കുറച്ചെടുത്തില്ല. ഓക്കെ, ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, അപ്പം അതെ. ഓക്കെ, നമ്മുടെ പൂരി കടലക്കറി റെഡിയായി. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ.